വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിസഭ. ഫെബ്രുവരി 13 പാർലമെന്റിൽ അവതരിപ്പിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. ഫെബ്രുവരി 19 നടന്ന യോഗത്തിലാണ് ബില്ലിലെ ഭേദഗതികൾ മന്ത്രിസഭ അംഗീകരിച്ചതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിടുന്ന ബിൽ മാർച്ച് 10 ആരംഭിക്കുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം പകുതിയിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. BJP നേതാവ് ജഗദാംബിക പാൽ നയിക്കുന്ന JPC പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പുകൾക്കിടെയാണ് നിയമ നിർമ്മാണത്തിൽ നിരവധി ഭേദഗതികൾ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഭേദഗതികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം NDA അംഗങ്ങൾ നിർദ്ദേശിച്ച വഖഫ് ബില്ലിലെ എല്ലാ ഭേദഗതികളും പാർലമെന്ററി കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്യുകയായിരുന്നു. 44 ഭേദഗതികളിൽ 14 ക്ലോസുകളിൽ മാറ്റങ്ങൾ വേണമെന്നും NDA അംഗങ്ങൾ നിർദ്ദേശിച്ചു. അവയെല്ലാം വോട്ടെടുപ്പിന് ശേഷം പാനൽ അംഗീകരിച്ചു. JPCയിൽ BJPയിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നും 16 MPമാരും പ്രതിപക്ഷത്ത് നിന്ന് 10 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടെ JPC ഏകദേശം 3 ഡസനോളം ഹിയറിംഗുകൾ നടത്തിയിരുന്നു. എന്നാൽ അവയിൽ പലതും തർക്കത്തിലാണ് കലാശിച്ചത്. ജനുവരി 30 ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് JPCയുടെ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. മുസ്ലിം സമൂഹം മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി സംഭാവന ചെയ്യുന്ന സ്വത്തുക്കളുടെ മേൽനോട്ടം വഹിക്കുന്ന വഖഫ് ബോർഡുകളുടെ ഭരണത്തിൽ പൂർണ്ണമായ അഴിച്ചുപണിയാണ് വഖഫ് ഭേദഗതി ബിൽ നിർദ്ദേശിക്കുന്നത്. സംസ്ഥാന വഖഫ് ബോർഡുകളിൽ കുറഞ്ഞത് 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തുക എന്നതാണ് ഒരു നിർദ്ദേശം. ഒരു സ്വത്ത് വഖഫ് സ്വത്താണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ മധ്യസ്ഥനാക്കുക എന്നിവയാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ. ചോദ്യം ചെയ്യപ്പെടുന്ന സ്വത്ത് ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുള്ളിടത്തോളം കാലം നിയമം മുൻകാല പ്രാബല്യത്തിൽ വരില്ലെന്ന് സ്ഥാപിക്കുന്നു. എന്നാൽ വഖഫ് സ്വത്തുക്കളുടെ 90% വാസ്തവത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ശ്മശാനങ്ങൾ, പള്ളികൾ, ഷെൽട്ടർ ഹോമുകൾ എന്നിവയുടെ നടത്തിപ്പിനു വേണ്ടിയാണ് സാധാരണ ഭൂമി വഖഫ് ചെയ്യാറുള്ളത്. ഗുണഭോക്താക്കൾ മാറിയാലും ഒരു വസ്തു വഖഫ് ആയി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടത് എന്നും ദൈവത്തിന്റെ ഉടമസ്ഥാവകാശത്തിലായിരിക്കുമെന്ന് ചുരുക്കം. വഖഫ് വസ്തു പരിപാലിക്കുന്നത് ഒരു മുത്തവല്ലിയാണ്. എന്നാൽ മേൽനോട്ടക്കാരൻ എന്നതിനപ്പുറം മുത്തവല്ലിക്ക് വഖഫിൽ ഒരു അവകാശവും ഉണ്ടായിരിക്കില്ല. 1954 കേന്ദ്ര സർക്കാർ വഖഫുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ നിയമം കൊണ്ടുവന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് സ്വത്തുക്കളുടെ വിനിയോഗത്തിന് മേൽനോട്ടം വഹിക്കാൻ സംസ്ഥാന തലത്തിൽ വഖഫ് ബോർഡുകളും കേന്ദ്ര തലത്തിൽ വഖഫ് കൗൺസിലും സ്ഥാപിച്ചു. ഈ നിയമം റദ്ദാക്കി 1995 വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ വഖഫ് നിയമം നടപ്പാക്കി. 2013 മറ്റൊരു ഭേദഗതി കൂടി വന്നു. ഈ ഭേദഗതി നിയമപ്രകാരമാണ് ഇപ്പോൾ വഖഫിന്റെ പ്രവർത്തനം. 2025 ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ പകുതിയിൽ പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് റിപ്പോർട്ട് ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ചത്.